ഓക്കെ, ആദ്യം ബട്ടറാണ് ഇടുന്നത്. സോൾട്ടഡ് ബട്ടർ. ഓ, സോൾട്ടഡ് ബട്ടറാണ്. സോസ് ഉണ്ടാക്കണമല്ലോ സാൽമൺ. പിന്നെ ജിഞ്ചറും ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ ചില്ലി ഉള്ളൂല്ല, നമുക്ക് അതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നല്ലോണം ഇടിച്ചിട്ട് അടുത്തത് അതിലേക്ക് ഇടാം. സോസ് ശരിക്കും ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കണം. നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിൽ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കണത്. നോർമലി സോൾട്ടും പെപ്പറിൻ്റെ ആവശ്യം നമുക്ക് വന്നുള്ളൂ. പിന്നെ പെപ്രിക്ക പൗഡറും നമുക്ക് ഇടാനുണ്ട് ഇതിലേക്ക്, സോസിലേക്ക്. പെരി പെരി സോൾട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് സ്പൈസസ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇതിലേക്ക് സിറാച്ച സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഡബിൾ ക്രീം ആട്ടോ. ഓക്കെ, ഡബിൾ ക്രീം ചേർക്കൊണ്ടിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മിക്സഡ് ഹെർബ്സ് ആണ്. അതൊരു പാക്കറ്റിൽ കിട്ടുന്നുണ്ട്, അപ്പം അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മിക്സഡ് ഹെർബ്സിൻ്റെ പാക്കറ്റ് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബേസിൽ, ഒറിഗാനോ, പാഴ്സ്ലി ഇതൊക്കെ കൂടി യൂസ് ചെയ്യാം. ഫ്രഷ് പാഴ്സ്ലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിത് കുറച്ച് തിക്കാവാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ചെഡാർ ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫയറെല്ലാം അടിക്കും, അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. വാവ്, നല്ല ക്രീമി ആയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ സോസ് റെഡി ആയാലോ. ഇനി നമുക്ക് സാൽമൺ ഫ്രൈ ചെയ്തെടുത്താലോ. അതിന് എന്തൊക്കെ മസാലയാണ് യൂസ് ചെയ്തതെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അതിന് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് സോൾട്ട്, പിന്നെ കുറച്ച് ടെർമറിക് പൗഡർ, ഫിഷ് മസാല, ഓയിലും ചേർത്ത്, അത് കഴിഞ്ഞ് കുറച്ച് ഗാർലിക്കും ജിഞ്ചർ പേസ്റ്റും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഫിഷിൽ പുരട്ടി വെച്ച് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിന് ശേഷമാണ് ഓയിലിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത്. ഇത്രയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തെങ്കിലും ആകെ 2 പീസ് മാത്രമേ ഞങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ കറിയാണ് കേട്ടോ ചെയ്തത്. കറി റെസിപ്പി ഒന്നും ഞങ്ങൾ ചെയ്തില്ലായിരുന്നു, വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയണം. അതല്ല, ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, അത്രയും ടേസ്റ്റാണ് ഈ റെസിപ്പി. അപ്പോൾ അത് നിങ്ങൾക്ക് ലോങ് ആണോ ഷോർട്ട് വീഡിയോസ് ആണോ ഇഷ്ടമൊന്നും കൂടി പറയണം കേട്ടോ. പാനിൽ ഓവനുള്ളവർക്ക് ഓവനിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പം കുറച്ച് കുക്ക് ചെയ്യാറുണ്ട്, കാര്യം കുറേ കുക്ക് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിൽ വെക്കുന്നതാണ് നല്ലത്, 180 ഡിഗ്രിയിൽ. വാവ്, നൈസായിട്ടുള്ളത്. നല്ല പൊട്ടിയ ഒന്നും കഴിക്കാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കാം.